ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്ത് അത് ഇതുപോലെ ആക്കാൻ പോവുകയാണ്. ഇന്നൊരു വിൻറ്റേജ് ലുക്കിലാണ് നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അധികം ഒന്നും പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നമ്മുടെ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ടെമ്പറേച്ചർ ഒരു 6 കൊടുക്കുകയാണ്. ടിൻറ്റ് ഒരു -6 കൊടുക്കുകയാണ്. എക്സ്പോഷർ എനിക്ക് ഓക്കെയാണ്, അതുകൊണ്ട് അധികം ചേഞ്ച് ചെയ്യുന്നില്ല. കോൺട്രാസ്റ്റ് ഒരു -20 കൊടുക്കുകയാണ്. ഹൈലൈറ്റ്സ് നമുക്കൊരു -70 കൊടുക്കാം. ഷാഡോസ് ഒരു 40 കൊടുക്കാം. വൈറ്റ്സ് നമുക്കൊരു 15 കൊടുക്കാം. ഒരു ഓവറോൾ കോൺട്രാസ്റ്റ് വരുന്നതിന് ബ്ലാക്ക്സ് നമുക്ക് -25 കൊടുക്കാം. ശേഷം ഇതിൻ്റെ ക്ലാരിറ്റി ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാണ്. ഞാനൊരു 10 കൊടുക്കുകയാണ്. വൈബ്രൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. സാച്ചുറേഷൻ ഞാൻ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. ശേഷം ടോൺ കർവ് ഓപ്പൺ ചെയ്യുക. ഒരു സിമ്പിൾ എസ് കർവ് ഉണ്ടാക്കാം നമുക്ക്. ശേഷം ഷാർപ്പനിലേക്ക് പോവുക. നമുക്ക് ഷാർപ്പനിങ് എമൗണ്ട് ഒരു 60 കൊടുക്കാം. ഇനി നമുക്ക് എല്ലാ കളേഴ്സിൻ്റെ ഹ്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഓറഞ്ചിൻ്റെ ഹ്യൂ ഒരു -15 കൊടുക്കുകയാണ്. യെല്ലോ ഒരു -70 കൊടുക്കുകയാണ്. ബ്ലൂ ഒരു -25 കൊടുക്കുകയാണ്. ശേഷം നമുക്ക് സാച്ചുറേഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. റെഡിൻ്റെയും ഓറഞ്ചിൻ്റെയും സാച്ചുറേഷൻ ഒരു -20 കൊടുക്കുകയാണ്. യെല്ലോ നമുക്കൊരു -60 കൊടുക്കാം. ഗ്രീൻ നമുക്ക് ഒരു -70 കൊടുക്കാം. അക്വയും അതുപോലെ ചെയ്യാം. ബ്ലൂ നമുക്ക് ഒരു -65 കൊടുക്കാം. ഇനി ലൂമിനൻസ് ഓറഞ്ചിൻ്റെ ലൂമിനൻസ് മാത്രം ഇൻക്രീസ് ചെയ്യാണ്. ഇനി ഒരു 20 കൊടുക്കുകയാണ്. ശേഷം സ്പ്ലിറ്റ് ടോണിങ് ടാബ് ഓപ്പൺ ചെയ്യുക. നമുക്ക് ഹൈലൈറ്റ്സിൻ്റെ ഹ്യൂ ഒരു 55 കൊടുക്കാം. സാച്ചുറേഷൻ ഒരു 10 കൊടുക്കാം. ഷാഡോസിൻ്റെ ഹ്യൂ നമുക്കൊരു 360 കൊടുക്കാം. സാച്ചുറേഷൻ ഒരു 6 കൊടുക്കാം. ശേഷം എഫക്ട്സ് ടാബ് ഓപ്പൺ ചെയ്യുക. ഡീഹേസ് ഒരു 40 കൊടുക്കാം. വീനീറ്റി നമുക്കൊരു -20 കൊടുക്കാം. മിഡ് പോയിൻറ്റ് 30 കൊടുക്കാം. നമ്മുടെ എഡിറ്റിംഗ് ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.